ഒരു വർഷമായി കുളപ്പുള്ളിയിൽ ആക്രിസാധനങ്ങൾ പെറുക്കിവിറ്റ് ഉപജീവനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി 65 വയസ്സുള്ള മുരുകനെ ഈ മാസം 19-നാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയിൽ മുറിവ് കണ്ടെത്തിയതിനാൽ മുരുകന്റേത് കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി 45 വയസ്സുകാരൻ ഹരികൃഷ്ണൻ പിടിയിലായത്. സംഭവം നടക്കുന്ന ദിവസം ഹരികൃഷ്ണൻ കുളപ്പുള്ളി ബിവറേജിൽ നിന്നും മദ്യപിക്കുകയും തുടർന്ന് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ എത്തുകയുമായിരുന്നു. ഇതിനിടെയാണ് മുരുകനെ പ്രതിയായ ഹരികൃഷ്ണൻ കാണുന്നത്. സ്റ്റാൻഡിൽ വിശ്രമിക്കുകയായിരുന്ന മുരുകനുമായി ഹരികൃഷ്ണൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മുരുകനെ മർദ്ദിച്ച് അവശനാക്കുകയും കയ്യിൽ കിട്ടിയ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നാലെ 9 മണിയോടെ ഹരികൃഷ്ണൻ ബസ്സിൽ കയറി പട്ടാമ്പിയിലേക്കും അവിടെ നിന്ന് പെരിന്തൽമണ്ണയിലേക്കും പോയി. 100ഓളം CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. 2 ദിവസം അലഞ്ഞുതിരിഞ്ഞു നടന്ന പ്രതിയെ അങ്ങാടിപ്പുറത്തു നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. സീ മലയാളം ന്യൂസ്, പാലക്കാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.